കണ്ണാടിയിലൂടെ കേരള റേഷൻ ടി വി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാടിയിലൂടെ എന്ന പരിപാടിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ബഹുമാന്യ പ്രേക്ഷകരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം, ആ യുദ്ധം തുടങ്ങിയിട്ട് ദിവസങ്ങളായി. നിരവധി മനുഷ്യജീവൻ പൊലിഞ്ഞു. കൂടുതൽ ഏത് ഭാഗത്താണ് പൊലിഞ്ഞത് എന്നതിനെ കുറിച്ചുള്ള തർക്കമേ നിലവിലുള്ളൂ. അത് എന്തായാലും ഈ പ്രശ്നത്തിൽ ഇന്ത്യ ഇടപെടേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യ ഇടപെടണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതായത് പശ്ചിമ ഏഷ്യ സമാധാനപരമായ ഒരു അന്തരീക്ഷം അവിടെ നിലനിൽക്കുക എന്നുള്ളത് ഇന്ത്യയുടെയും കൂടി ആവശ്യമാണ്. പശ്ചിമേഷ്യ സംഘർഷപൂരിതമാകാൻ പാടില്ല. അതുകൊണ്ട് ഇന്ത്യ ഇതിനു മുമ്പും യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ മധ്യസ്ഥ വഹിച്ച ചരിത്രമുണ്ട്. 1953 കൊറിയൻ യുദ്ധ സമയത്ത് അന്ന് ഇന്ത്യ വഹിച്ച മധ്യസ്ഥത, പ്രത്യേകിച്ചും അന്നത്തെ കേന്ദ്രമന്ത്രിയും മലയാളിയുമായിരുന്ന ശ്രീ VK കൃഷ്ണമേനോൻ കൊണ്ടുവന്ന സമവാക്യം, ആ സമവാക്യം ഇരു രാഷ്ട്രങ്ങളും അംഗീകരിക്കുകയും അത് യുദ്ധത്തടവുകാരെ കൈമാറുന്നതിനുള്ള അഭിപ്രായ ഭിന്നതയായിരുന്നു അവസാനം നിലനിന്നത്. അതിലാണ് VK കൃഷ്ണമേനോൻ കൊണ്ടുവന്ന സമവാക്യം ഇരു രാഷ്ട്രങ്ങളും അംഗീകരിക്കുകയും ആ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തത്. അതുപോലെ ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇന്ത്യ ഇടപെടേണ്ടിയിരിക്കുന്നു. ഇന്ത്യ അതിൽ മധ്യസ്ഥ വഹിച്ച് കാര്യം നിരവധി മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ ഗൾഫ് രാഷ്ട്രങ്ങളിൽ പണിയെടുക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. എണ്ണ ഇറക്കുമതി അതിനെ കാര്യമായി ബാധിച്ചാൽ ഇന്ത്യക്കും അതോടൊപ്പം തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ പണി ചെയ്യുന്ന ഇന്ത്യക്കാർക്കും അത് ഒരു പ്രശ്നമായി, അല്ലെങ്കിൽ അത് തൊഴിൽ മേഖലയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുകൂടി ഇസ്രായേൽ പാലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇന്ത്യ മധ്യസ്ഥ വഹിക്കണമെന്നും ഇന്ത്യ ഇടപെടേണ്ടിയിരിക്കുന്നു എന്നുമാണ് ഈ അഭിപ്രായത്തിൽ പറയാനുള്ളത്, ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്. മറ്റൊന്നുള്ളത്, ലൈബ്രറി കൗൺസിൽ നടപ്പാക്കുന്ന വായനാ വസന്തം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വായനാ വാരം ഉദ്ഘാടനം ചെയ്യാൻ ഇരിക്കുന്നതേയുള്ളൂ. അതിന് ഇത് പറയുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ലൈബ്രറി കൗൺസിൽ നിലവിൽ വരുന്നതിന് മുമ്പ് കേരളത്തിലെ ഗ്രന്ഥശാലകൾക്ക് ഗ്രാന്റ് നൽകിയിരുന്നത് കേരള ഗ്രന്ഥശാല സംഘത്തിലൂടെയാണ്. ഇന്നത്തെ പബ്ലിക് ലൈബ്രറി സ്ഥിതി ചെയ്യുന്ന ആ കെട്ടിടത്തിൽ നിൽക്കുന്ന കാമ്പൗണ്ടിന്റെ വടക്കേ അറ്റത്ത് ഒരു ഓഡിറ്റർ കെട്ടിടത്തിലാണ് അന്ന് കേരള ഗ്രന്ഥശാല സംഘം പ്രവർത്തിച്ചിരുന്നത്. ശ്രീ PN പണിക്കരായിരുന്നു അതിന്റെ ജനറൽ സെക്രട്ടറി. അത് എന്തുകൊണ്ടോ ആ ലൈബ്രറി കൗൺസിൽ പിരിച്ചുവിടുകയും, അല്ല, ആ കേരള ഗ്രന്ഥശാല സംഘം പിരിച്ചുവിടുകയും അതിന് പകരമാണ് ലൈബ്രറി കൗൺസിൽ
നിലവിൽ വന്നത്. അന്ന് ഗ്രന്ഥശാല സംഘത്തിൽ നിന്നും കണ്ണുനീരോടുകൂടിയാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ PN പണിക്കർ ഇറങ്ങിപ്പോയത്. അദ്ദേഹത്തിൻ്റെ അന്ന് അവസ്ഥ, ആ ഒരു അവസ്ഥ കേരളത്തിലെ ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി അങ്ങോളം ഇങ്ങോളം പണിയെടുത്ത ശ്രീ PN പണിക്കർ അദ്ദേഹത്തിന് അവിടെ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്ന സാഹചര്യം, അതിന്റെ പിന്നിലെ രാഷ്ട്രീയം ഉണ്ടാവാം. ആ അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടുകൊണ്ടാണ് അന്ന് പുതിയ ഒരു സംഘടന രൂപീകരിക്കുന്നതിനെ കുറിച്ച് ശ്രീ NP കൃഷ്ണവാര്യരും ശ്രീ ഡോക്ടർ NA കരീമും അതുപോലെ തന്നെ ലക്ഷ്മി N മേനോൻ, ഫിലിം പ്രൊഡ്യൂസറായിരുന്ന രവീന്ദ്രൻ നായർ, ഡോക്ടർ സുദാസൻ നായർ തുടങ്ങിയവരെല്ലാം കൂടി ചേർന്നാണ് കേരള അസോസിയേഷൻ ഓഫ് നൺ ഫോർമൽ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് എന്ന സംഘടന രൂപീകരിക്കുന്നത്, കാൻഫെഡ്. ആ കാൻഫെഡിന്റെ പ്രഥമ പ്രസിഡന്റ് പ്രസിദ്ധ സാഹിത്യകാരനായ ശ്രീ NP കൃഷ്ണവാര്യരായിരുന്നു. ജനറൽ സെക്രട്ടറി ശ്രീ PN പണിക്കർ. അങ്ങനെ ലൈബ്രറി കൗൺസിലിന് പാരലായി സമാന്തരമായി കേരളത്തിൽ കാൻഫെഡ് പ്രവർത്തിച്ചു. ഇഞ്ഞ് പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ വായനാശീലം വളർത്തിയെടുക്കുന്നതിനും പുസ്തകങ്ങൾ ലൈബ്രറികളിൽ നിന്നും ഗ്രന്ഥശാലകളിൽ നിന്നും എടുത്തുകൊണ്ടുപോയി അത് വായിക്കുന്നതിനൊരു വായനാശീലം വളർത്തിയെടുക്കുന്നതിൽ കാൻഫെഡ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. ആ കാൻഫെഡിന്റെ അന്നത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശ്രീ തെങ്ങോം ബാലകൃഷ്ണൻ മുൻ MLA ആയിരുന്നു. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം. അവസരം അദ്ദേഹം CPIയുടെ കൺട്രോൾ കമ്മീഷൻ അംഗമായിരുന്നു. അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ ആത്മകഥാ പുസ്തകമുണ്ട്, നിറക്കൂട്ട് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിൽ അദ്ദേഹം പറയുന്നത്, ഗ്രന്ഥശാല സംഘം പിരിച്ചുവിട്ടുകൊണ്ട് ലൈബ്രറി കൗൺസിൽ രൂപീകരിച്ചപ്പോൾ ആ ലൈബ്രറി കൗൺസിലിന്റെ ഭാരവാഹികളിൽ പലരും മഴയത്ത് പോലും ഗ്രന്ഥശാല സംഘത്തിന്റെ തിണ്ണയിൽ കയറി നിന്നിട്ടില്ലാത്തവരാണ്. തെങ്ങോം ബാലകൃഷ്ണനെ പോലുള്ള ഒരു പുരോഗമന ചിന്താഗതിക്കാരൻ, വായനക്കാരൻ, ഗ്രന്ഥകർത്താവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ്, മുൻ MLA ഒക്കെ ആയിരുന്ന ശ്രീ തെങ്ങോം ബാലകൃഷ്ണൻ അത് മനഃപൂർവ്വം പറഞ്ഞതോ അല്ലെങ്കിൽ യാദൃച്ഛ്യമായി പറഞ്ഞതോ അതുമല്ലെങ്കിൽ വെറുതെ പറഞ്ഞതോ അല്ലെങ്കിൽ കള്ളം പറഞ്ഞതോ ആയിരിക്കില്ല. അദ്ദേഹം ഗ്രന്ഥശാല സംഘത്തെക്കുറിച്ചും അത് കാര്യമായി പഠിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയാവുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം CPIയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും വെറുതെ ഇത് പറയാൻ സാധ്യതയില്ല. എന്നാൽ ഗ്രന്ഥശാല സംഘം പിരിച്ചുവിട്ട് ലൈബ്രറി കൗൺസിൽ രൂപീകരിച്ചപ്പോഴാണ് കാൻഫെഡ്, കേരള അസോസിയേഷൻ ഓഫ് നൺ ഫോർമൽ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് രൂപീകരിച്ചത്. PN പണിക്കരെ കൂടാതെ അതിൽ അന്ന് പുസ്തകത്തോട് വായനയോട് താല്പര്യമുള്ള നിരവധി പ്രവർത്തകർ കാൻഫെഡുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അതിന് ജില്ലാ കമ്മിറ്റികൾ ഉണ്ടായി. ജില്ലകൾ തോറും സെമിനാറുകൾ നടത്തി. പല സ്ഥലങ്ങളിലും ഗ്രന്ഥശാലകൾ സ്ഥാപിച്ചു. അവിടുത്തെ ജനങ്ങളുടെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഗ്രന്ഥശാലകൾ സ്ഥാപിച്ചു. അങ്ങനെ സ്ഥാപിച്ച ഗ്രന്ഥശാലകളിൽ ഒന്ന് ഇന്നും നിലനിൽക്കുന്നുണ്ട്. വയനാട് ജില്ലയിലെ തവിഞ്ഞാൽ പഞ്ചായത്തിൽ തവിഞ്ഞാൽ എന്ന സ്ഥലത്ത് അവിടുത്തെ തോട്ടം തൊഴിലാളികൾ മുൻകൈയെടുത്ത് കാൻഫെഡിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചൊരു ഗ്രന്ഥശാല ഇന്നും നിലനിൽക്കുന്നു. ആ ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി കെട്ടിടം പണിതുണ്ടാക്കിയത് അവിടുത്തെ തോട്ടം തൊഴിലാളികളാണ്. തോട്ടം തൊഴിലാളികൾ തോട്ടത്തെ പണിയെടുത്തിട്ട് രാത്രി റാന്തൽ വെളിച്ചത്തിലാണ് ആ ഗ്രന്ഥശാല കെട്ടിടം പണിതുയർത്തിയത്. അങ്ങനെ കാൻഫെഡിനെ കുറിച്ച് നിരവധി
പ്രവർത്തനത്തിൻ്റെ കഥകൾ, പ്രവർത്തനത്തിൻ്റെ ചരിത്രങ്ങൾ പറയാനുണ്ട്. അങ്ങനെ ആ കാൻഫെഡിൻ്റെ നിരവധി പേർ ആ കാൻഫെഡിൽ സജീവമായി പങ്കെടുത്തു. ആ കാൻഫെഡിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ തെങ്ങോം ബാലകൃഷ്ണനായിരുന്നു. അതിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീമതി സോളി ഇടമുറുകായിരുന്നു. അന്ന് ഞാനായിരുന്നു അതിൻ്റെ വൈസ് പ്രസിഡന്റ്. അന്ന് കാസർഗോട്ടെ KP കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ, അതുപോലെ തന്നെ നിരവധി പേർ അതിൻ്റെ പ്രവർത്തകരായി. കാൻഫെഡിൻ്റെ നേതൃത്വത്തിൽ ഒരു മാഗസിൻ, ഒരു പ്രസിദ്ധീകരണം തുടങ്ങി. ആ പ്രസിദ്ധീകരണത്തിൻ്റെ പേര് കാൻഫെഡ് ന്യൂസ് എന്നായിരുന്നു. ആ കാൻഫെഡ് ന്യൂസിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് ചെയർമാൻ ശ്രീ തെങ്ങോം ബാലകൃഷ്ണൻ തന്നെയായിരുന്നു. ഞാനായിരുന്നു അതിൻ്റെ എഡിറ്റർ ഇൻ ചീഫ്. അങ്ങനെ ആ കാൻഫെഡ് ലൈബ്രറി കൗൺസിലിൽ നിന്ന് പാരലായിട്ട് സമാന്തരമായിട്ടാണ് കാൻഫെഡ് പ്രവർത്തിച്ചു വന്നത്. ആ കാൻഫെഡിന് പല ഭാഗത്തു നിന്നും സഹായങ്ങളുണ്ടായി. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ശ്രീ രവീന്ദ്രൻ നായരുടെ പേരാണ്. സിനിമാ പ്രൊഡ്യൂസർ അച്ചാണി രവി എന്നറിയപ്പെടുന്ന രവീന്ദ്രൻ നായർ. അദ്ദേഹം കാൻഫെഡിന് വേണ്ടി, അതായത് പീൻ പണിക്കർക്ക് കാൻഫെഡിൻ്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ, അതിൻ്റെ സജീവ പ്രവർത്തകർക്ക് മുന്നോട്ട് പോകാൻ അദ്ദേഹം ഒരു അംബാസഡർ കാർ വാങ്ങി സംഭാവന ചെയ്ത കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ നിരവധി പേർ കാൻഫെഡുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം KA ജോൺ എഴുതിയ ഒരു ലേഖനത്തെ കുറിച്ചാണ്. എടുത്തോ നിന്റെ കഴുത്തോ എന്നാണ് ആ ലേഖനത്തിന്റെ പേര്. അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് മലയാറ്റൂർ രാമകൃഷ്ണന്റെ സർവീസ് സ്റ്റോറി, എൻ്റെ IAS ദിനങ്ങൾ എന്ന പുസ്തകത്തെ അവലംബിച്ച് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാതെ വിട്ടുകളയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. അദ്ദേഹം മുനിസിപ്പൽ കമ്മീഷണർ ടെസ്റ്റ് എഴുതിയപ്പോൾ അദ്ദേഹത്തിന് 1ാം റാങ്ക് ലഭിച്ചു. 1ാം റാങ്ക് ലഭിച്ച അദ്ദേഹത്തെ മുനിസിപ്പൽ കമ്മീഷണറാക്കാൻ അന്നത്തെ സർക്കാർ തയ്യാറായില്ല. അന്നത്തെ സർക്കാർ എന്ന് പറയുന്ന PSP, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ശ്രീ പട്ടൻ താണുള്ള നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ നേതൃത്വം കൊടുത്തിരുന്ന സർക്കാരായിരുന്നു അന്ന് നാട് ഭരിച്ചിരുന്നത്. അതിന് മലയാറ്റൂർ രാമകൃഷ്ണൻ ജോലി കൊടുക്കാത്തത്, അല്ലെ മുനിസിപ്പൽ കമ്മീഷണറായി 1ാം റാങ്കുകാരനായ രാമകൃഷ്ണൻ ജോലി കൊടുക്കാതിരുന്നത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നത് കൊണ്ടാണെന്ന് അന്നത്തെ സർക്കാരിൻ്റെ ചില വക്താക്കൾ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇവിടെ പരാമർശിക്കാതെ പോകുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. പെട്ടെന്നാണുള്ള നാട് ഭരിച്ചിരുന്നപ്പോഴാണ് സെക്രട്ടേറിയറ്റിന്റെ മുൻവശത്ത് ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഒരു പ്രതിമ സ്ഥാപിച്ചത്. NSS സംഭാവന ചെയ്ത ഒരു പ്രതിമ. ആ പ്രതിമ TK നാരായണപിള്ള ഇവിടെ മന്ത്രിസഭാ കാലത്താണ് അത് എടുത്തു മാറ്റിയത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട പട്ടംതാണുകളുടെ മറ്റൊരു സവിശേഷത എടുത്തു പറയേണ്ടത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ചിതാഭസ്മം കണ്ണൂർ കടപ്പുറത്ത് നിന്നും, അദ്ദേഹം ഒളിവിലായിരുന്നപ്പോൾ കണ്ണൂരാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്, മലബാറിൽ. കണ്ണൂർ കടപ്പുറത്താണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. അവിടെ നിന്ന് ശ്രീ കേളപ്പൻ സംഭരിച്ച അദ്ദേഹത്തിന്റെ ചിതാഭസ്മം അവിടെ നിന്നും DC കിഴക്കേമുറി എന്ന ഡൊമിനിക് ചെറിയാനും അതുപോലെ തന്നെ മറ്റു ചില പ്രവർത്തകരും ചേർന്ന് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി തിരുവനന്തപുരത്തേക്ക്. ശ്രീമൂലം തിരുനാളാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത്.
അമ്മാവൻ നാട് കടത്തിയ ആളിന്റെ ചിതാഭസ്മം തിരുവിതാംകൂറിൽ കൊണ്ടുവന്നാൽ അത് അനന്തരവനായ ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അനിഷ്ടമുണ്ടായാലോ എന്ന് കരുതി ആ ചിതാഭസ്മം തിരുവിതാംകൂറിൽ കൊണ്ടുവരുന്നതിന് ശ്രീ പട്ടം താണുള്ള എതിരായിരുന്നു. ആ ചിതാഭസ്മം വഹിച്ചുകൊണ്ടുള്ള വാഹനം, കാറ്, അംബാസഡർ കാറ് കൊല്ലത്ത് വെച്ച് തടയാനും ആ കാറിലുള്ളവരെ അറസ്റ്റ് ചെയ്യാനും ഉത്തരവിടുന്നു. എന്നാൽ പോലീസുകാർ കൊല്ലത്ത് വെച്ച് കാർ തടഞ്ഞപ്പോൾ അന്ന് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരുന്ന ശ്രീ സി കേശവൻ കാറിന്റെ ഡ്രൈവറെ ഇറക്കിവിടുകയും കാറിന്റെ ആ ഡ്രൈവറുടെ സീറ്റിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. സി കേശവനെ അറസ്റ്റ് ചെയ്യാൻ അന്നത്തെ പോലീസ് ഐജിക്ക് ധൈര്യമില്ലായിരുന്നു. അദ്ദേഹം വിവരം പട്ടം താണുകളെ അറിയിച്ചു. സി കേശവനാണ് കാർ ഓടിക്കുന്നതെങ്കിൽ ഒന്നും ചെയ്യണ്ട എന്നുള്ള അറിയിപ്പാണ് പട്ടം താണുകളെ ലഭിച്ചത്. മാത്രവുമല്ല, തിരുവനന്തപുരത്ത് വന്നപ്പോൾ രാമകൃഷ്ണപിള്ളയുടെ ചിതാഭസ്മം സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ വയ്ക്കാൻ അനുവാദം നൽകിയില്ല. അവസാനം അന്ന് തിരുവനന്തപുരം സിറ്റി മേയറായിരുന്ന ശ്രീ എസ് വരദരാജൻ നായർ തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ അത് വയ്ക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ചിതാഭസ്മം സംസ്കരിക്കുന്നതിന് വേണ്ടി 2 സെന്റ് സ്ഥലം സർക്കാരിന്റെ പ്രമുഖത്തിൽ നിന്നും തരണമെന്ന് അഭ്യർത്ഥിച്ചിട്ടും കൊടുക്കാൻ തയ്യാറായില്ല. അപ്പൊ ഇതൊക്കെ പട്ടം താണുകളുടെ സ്വഭാവ വിശേഷണങ്ങളുടെ ഭാഗമായതുകൊണ്ടാണ് അതിവിടെ പറയേണ്ടി വന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവസാനമായി പറയാനുള്ളത് ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധജനങ്ങളെ കുറിച്ചാണ്. മെഡിക്കൽ കോളേജുകളിൽ, കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ, ഗവൺമെന്റ് ജില്ലാ ജനറൽ ആശുപത്രികളിൽ, മാനസിക രോഗ ആശുപത്രികളിലൊക്കെ രോഗം ഭേദമായിട്ടും കൂട്ടിക്കൊണ്ടുപോകാൻ ഉടമസ്ഥരില്ലാതെ, ബന്ധുക്കളില്ലാതെ, ആരാരുമില്ലാതെ ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ കഴിയുന്ന നിരവധി വൃദ്ധജനങ്ങളുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ 70ഓളം വൃദ്ധജനങ്ങളുണ്ട്. രോഗം ഭേദമായിട്ടും കൂട്ടിക്കൊണ്ടുപോകാൻ മക്കളോ അതുപോലുള്ള ബന്ധുക്കളോ വരാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിയുന്നവരുണ്ട്. ഗാന്ധി ഭവൻ പോലുള്ള ചില സന്നദ്ധ സംഘടനകൾ ചിലരെയൊക്കെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുമുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ അങ്ങോളമുള്ള ജനറൽ ആശുപത്രികളിൽ ഇതുപോലുള്ള അസുഖം ഭേദമായിട്ടും കൂട്ടിക്കൊണ്ടുപോകാൻ ആളില്ലാതെ ആശുപത്രികളിൽ കഴിയുന്ന നിരവധി പേരുണ്ട്. 200-ലധികം പേര് കേരളത്തിൽ അങ്ങോളം ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് തന്നെ. അതുപോലെ തന്നെ പ്രാന്ത ആശുപത്രികളിൽ, മാനസിക ആശുപത്രികളിൽ അവരുടെ മാനസികമായ അസുഖം ഭേദമായിട്ടും കൂട്ടിക്കൊണ്ടുപോകാൻ ആളില്ലാതെ പ്രാന്തരുടെ കൂടെ അല്ലെങ്കിൽ മാനസിക രോഗികളുടെ കൂടെ തന്നെ കഴിയേണ്ടി വരുന്ന ഒരു ദയനീയമായ ഒരു സ്ഥിതിവിശേഷം കേരളത്തിലെ മാനസിക രോഗ ആശുപത്രികളിൽ നിലവിലുണ്ട്. ഇതിനെല്ലാം എവിടെയാണ് ഒരു പരിഹാരം കണ്ടെത്തുന്നത്? പുരോഗമനത്തിന്റെ ഉച്ച കോടിയിൽ നമ്മൾ എത്തിയെന്ന് പറയുമ്പോഴും എഴുതുമ്പോഴും മൈക്കിൽ കൂടെ വിളിച്ചു പറയുമ്പോഴും ഒക്കെ എവിടെയാണ് പുരോഗമനം ഉണ്ടായിരിക്കുന്നത്? കേരളത്തിലെ 30%-ലധികം പട്ടികജാതി പട്ടികവർഗക്കാർക്ക് എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്തവരാണെന്നുള്ള സത്യം വിളിച്ചു പറയാൻ ഇനി ആരാണ് വരേണ്ടത്? അതുപോലുള്ള മറ്റ് ചില ഇന്നും വയനാടിലും പാലക്കാടും കണ്ടുവരുന്ന അവിടുത്തെ ജനങ്ങളിൽ അവിടുത്തെ ജനങ്ങളിൽ ആദിവാസികളിൽ 30% പേർക്കും മറ്റ് സമുദായങ്ങളിലെ 5% പേർക്കും അരിവാൾ രോഗമെന്ന സിക്കിൾ സെൽ അനീമിയ എന്ന അസുഖമുണ്ട് ഉള്ളവരാണ്. മരണത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുന്നവർ. അതിനെ ഭേദമാക്കുന്നതിനുള്ള മരുന്ന് നാളിതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പെയിൻ കില്ലറാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി, അവർക്ക് സാന്ത്വനം നൽകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെയും അതെല്ലാം എങ്ങും എത്താത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അക്കാര്യത്തിലും സർക്കാരും അതുപോലുള്ള
മനുഷ്യാവകാശ സംഘടനകളും സന്നദ്ധ സംഘടനകളുമൊക്കെ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പരിപാടി ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.